നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 26 നിരപരാധികളുടെ രക്തത്തിന് ഇന്ത്യ പകവീട്ടിയപ്പോൾ ഞെട്ടിയത് പാകിസ്ഥാൻ മാത്രമല്ല, ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന സകല ഭീകരവാദി സംഘടനകളും കൂടിയാണ്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ സംഘടനകളെ 900-ഓളം തീവ്രവാദികളെയാണ് ഈ ഓപ്പറേഷനിൽ ലക്ഷ്യമിട്ടത്. ശത്രുവിന്റെ ലക്ഷ്യത്തിൽ നേരിട്ട് പതിക്കുകയും അവിടെ സ്ഫോടനം നടത്തുകയും ചെയ്യുന്ന കാമികാസെ ഡ്രോണുകളാണ് ഇന്ത്യ ഉപയോഗിച്ചത്. പൂർണ്ണമായും സംയമനം പാലിച്ചും കൃത്യതയോടെയും പ്രകോപനരഹിതമായും നടത്തിയ ആക്രമണമായിരുന്നുവെന്ന് ഇന്ത്യൻ സൈന്യം അറിയിക്കുന്നു. ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവ്വം പ്രവർത്തിച്ചുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീവ്രവാദ അടിസ്ഥാന പ്രദേശങ്ങളും ആ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നവരെയും മാത്രം ആക്രമിച്ചു. ഇത്ര കൃത്യമായ ആക്രമണം ആസൂത്രണം ചെയ്തതിനു പിന്നിൽ അജിത് ഡോവൽ എന്ന ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ശത്രുവിന്റെ മർമ്മം നോക്കി പ്രഹരിക്കാൻ ശേഷിയുള്ള ഈ ബുദ്ധിരാക്ഷസൻ ഇവിടെ വീണ്ടും താരമാവുകയാണ്. ആരാധകർക്കിടയിൽ അദ്ദേഹത്തിന് ഒരു വിളിപ്പേര് തന്നെയുണ്ട്, ജെയിംസ് ബോണ്ട്. 48 മണിക്കൂറിനിടെ ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ട് ഈ ഒരുക്കങ്ങൾ അറിയിക്കുന്നത് 2 വട്ടമായിരുന്നു. അജിത് ഡോവൽ എന്ന ഒറ്റയാന്റെ കരുത്തിനു പിന്നിൽ പാകിസ്ഥാൻ തകർന്നടിയുന്നത് ഇത് 3-ാം തവണയാണ്. ബാലാകോട്ടിനും പുൽവാമയ്ക്കും പകരം വീട്ടാൻ ഇന്ത്യ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ചതും ഡോവലിന്റെ ബുദ്ധി തന്നെ. പാകിസ്ഥാനിലെയും ലാഹോറിലെയും കറാച്ചിയിലെയും മുഴുവൻ ടെലിഫോൺ ബൂത്തുകളും എന്തിന് ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും അജിത് ഡോവലിന് കാണാപ്പാടമാണ് എന്നുള്ളതാണ് ഇവിടെ വിജയത്തിന് കാരണമായി മാറുന്നത്. ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലൻഡ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പല പിടികിട്ടാപ്പുള്ളികളെയും ഇന്ത്യയിൽ എത്തിച്ചത് ഡോവലിന്റെ ബുദ്ധികൂർമ്മത തന്നെയാണ്. 2016 ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ദൗത്യമേൽപ്പിച്ചതും ഡോവലിനെ തന്നെയാണ്. ഇപ്പോഴും പുൽവാമയിലും ഡോവൽ സ്റ്റാറായി മാറുന്നു, ജനങ്ങളുടെ പ്രതീക്ഷയായി മാറുന്നു, പ്രതിരോധത്തിന്റെ കരുത്തായി മാറുന്നു.